മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോറിക്ഷയുടെ പുതിയൊരു സംരംഭം അഞ്ചൽ അമ്പലമുക്കിൽ പ്രവർത്തനം ആരംഭിച്ചു. കുറഞ്ഞ മുതൽ മുടക്കിൽ 1 കിലോമീറ്ററിൽ 50 പൈസ ചിലവിൽ കൂടുതൽ സമ്പാദ്യം നേടാൻ കഴിയുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷയുടെ സ്ഥാപനമാണ് പ്രവർത്തനം ആരംഭിച്ചത്. ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം വാർഡ് മെമ്പർ ചന്ദ്രബാബു നിർവഹിച്ചു. ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മമാണ്. നമ്മുടെ കാലത്തിൻ്റെ മാറ്റം അനുസരിച്ച് ഇപ്പോൾ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന വാഹനങ്ങളിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ അന്തരീക്ഷ മലിനീകരണത്തെ പൂർണ്ണമായും ഇത് ഒഴിവാക്കും. അങ്ങനെ ഒരു പുതിയ സംരംഭം ഇവിടെ ആരംഭിക്കുന്നതിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാം. അമ്പലമുക്കിൽ ലാൽ എന്ന പേരിൽ പ്രവർത്തിച്ചു വരുന്ന ലൈറ്റ് ആൻഡ് ഹെവി മോട്ടോർ ഡ്രൈവിംഗ് ട്രെയിനിംഗ് സ്കൂളിൻ്റെ സഹോദര സ്ഥാപനവും കൂടിയാണിത്. ആദ്യ അടവിൽ 45,000 രൂപയ്ക്ക് മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഈ സ്ഥാപനത്തിൽ കൂടി ലഭ്യമാകുമെന്ന് പ്രൊപ്പറേറ്റർ അറിയിച്ചു. അഞ്ചൽ മേഖലയിലെ ആദ്യത്തെ സംരംഭവും കൂടിയാണിത്. ലാൽ മോട്ടോഴ്സ് MD രാജശേഖരൻ, ഈസ്റ്റ് വെനീസ് MD ഷാറൂഖ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മോണ്ട്ര ഇലക്ട്രിക് സൂപ്പർ ഓട്ടോ എല്ലാ യാത്രകളും അതിവേഗവും കാര്യക്ഷമവുമാക്കുന്നു. എല്ലാവിധ വാഹന ഇൻഷുറൻസുകളും മിതമായ നിരക്കിൽ ഈ സ്ഥാപനത്തിൽ കൂടി ചെയ്തു കൊടുക്കപ്പെടുമെന്നും പ്രൊപ്പറേറ്റർ അറിയിച്ചു. ഇത് മോണ്ട്ര ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വണ്ടിയാണ്. ചോളമണ്ഡലം ഫിനാൻസിൻ്റെയാണ് വണ്ടി. മുരുകപ്പ ഗ്രൂപ്പിൻ്റെയാണ് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. നമുക്ക് ഏകദേശം ഇതിപ്പം എക്സ്-ഷോറൂം 3,65,000 രൂപ വരുന്നുണ്ട്. ഒറ്റ ചാർജിൽ നമുക്ക് 160 കിലോമീറ്റർ മൈലേജാണ് കിട്ടുന്നത്. കമ്പനി 200 പറയുന്നത്, നമുക്ക് കൺഫേമായിട്ട് 160 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. ഏകദേശം 4 മോഡുണ്ട്. എക്കോ മോഡുണ്ട്, ഡ്രൈവ് മോഡുണ്ട്, പവർ മോഡുണ്ട്. എക്കോയിൽ നമുക്ക് ഏകദേശം 45 സ്പീഡ് ലിമിറ്റ് കിട്ടുന്നുണ്ട്. ഡ്രൈവ് മോഡാകുമ്പോൾ 55, പവർ മോഡാകുമ്പോൾ നമുക്കൊരു 65-70 കിട്ടുന്നുണ്ട്. ഒറ്റ ചാർജിൽ 160 കിലോമീറ്റർ ആവും റേഞ്ച് പറയുന്നത്. ഒറ്റ ചാർജ് ആവാൻ ഏകദേശം 4.5 മണിക്കൂർ വേണം. പിന്നെ നമുക്ക് അത്യാവശ്യം ഡിക്കി സ്പേസ് ഉള്ള വണ്ടിയാണ്. ഫ്രണ്ട് റേഞ്ച് കൂടുതലാണ്. ബാക്കിയുള്ള ഇലക്ട്രിക് വണ്ടിയെ അപേക്ഷിച്ച് ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള വണ്ടിയാണ്. റിപ്പോർട്ടർ സുനിൽ G, കരവാളൂർ.